എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഇതിനകം. ഇപ്പോഴും അത് മനസ്സിലാകാതെ ഇരിക്കുന്ന നേതാക്കളെ കൃത്യമായി ഉപയോഗപ്പെടുത്തുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നതാണ് ഈ വിഷയത്തിലെ എൻ്റെ ടേക്ക്. കാരണം കോൺഗ്രസിനുള്ളിലെ തൻ്റെ സാധ്യതകൾ, അയാളുടെ ഈ പോൺ ആക്ടിവിറ്റീസ്, അങ്ങനെയാണല്ലോ നമ്മൾ, കോൺഗ്രസ് അല്ല ഇതിനകത്തെ പോൺ എന്ന് പറയുന്ന ഒരു സബ് ഡിവിഷൻ ഉണ്ടാക്കിക്കൊണ്ട് അങ്ങനെ പ്രവർത്തിക്കുന്ന കുറേ ആളുകൾ, കോൺഗ്രസ്സുകാരെല്ലാവരും അങ്ങനെയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. അപ്പോൾ കോൺഗ്രസിനുള്ളിൽ അയാളുടേതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള അതിക്രമങ്ങൾ നടത്തുന്നതിനുമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും അയാൾക്ക് ഈ കഴിഞ്ഞ 2 വർഷമാണ് അയാളുടെ ആക്റ്റീവ് ഇയേഴ്സ് എന്ന് പറയുന്നത്. കാരണം ഈ പരാതികൾ നടന്നിരിക്കുന്ന സമയമായി നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന പരാതികളുടെ ഒരു ടൈം പീരീഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2023 മുതൽ 2025 വരെയുള്ള 2 ഇയേഴ്സ് ആണ്. അതെ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്നത് മുതൽ, അതായത് ഭാരവാഹിത്വം, കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി കൊടുത്ത ഭാരവാഹിത്വം അയാളിലേക്ക് വന്നു ചേരുന്നതാണ് അയാൾക്ക് ഈ ക്രിമിനൽ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുന്നതിനുള്ള അടിസ്ഥാനമായി മാറിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് കോൺഗ്രസിന് ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. ഇപ്പോൾ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ ഏറ്റവും ഒടുവിൽ നടത്തിയ പ്രതികരണത്തിൽ പറഞ്ഞതുപോലെ അത്ര എളുപ്പത്തിൽ ഞങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞ് കൈ കഴുകി മാറി നിൽക്കാൻ കഴിയില്ല. ആ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ കറ പുരട്ടിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളതാണ് ഈ വിഷയത്തിലെ എൻ്റെ അഭിപ്രായം. ആ കറ മാറ്റണോ വേണ്ടയോ എന്നുള്ളത് കോൺഗ്രസ് എന്ന പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. രാഹുൽ ഗാന്ധി അടക്കം ഈ വിഷയത്തിൽ ദേശീയ തലത്തിൽ തന്നെ ഒരു പ്രതികരണം നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. കാരണം ഒരു പാർട്ടിയെ മുഴുവൻ നാണം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളത് ആ പാർട്ടി എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല? ഇവിടെ നോക്കൂ, ഇപ്പോൾ VD സതീശനടക്കം എല്ലാ നേതാക്കളും അവരുടെ സമൂഹ മാധ്യമ പേജുകളിലെ കവർ പിക്ചർ അപ്ഡേറ്റ് ചെയ്തിരിക്കുകയാണ്. അമ്പലക്കള്ളന്മാർ കടക്ക് പുറത്ത്, അതാണ് ടാഗ് ലൈൻ. ഈ രാഹുൽ മാങ്കൂട്ടത്തിനോട് കടക്ക് പുറത്ത്, നിന്നെ ഈ പാർട്ടിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ എന്താണ് നഷ്ടമുണ്ടാവുക? കോൺഗ്രസിന് എത്രയോ നല്ല നേതാക്കളുണ്ട്, എത്രയോ നന്നായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന യുവാക്കളായിട്ടുള്ള പ്രവർത്തകരുണ്ട്. അവരെയൊക്കെ വളർത്തിയെടുക്കാമല്ലോ. ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ പോയാൽ 100 രാഹുൽ മാങ്കൂട്ടത്തിൽ വരാനായിട്ടുള്ള സ്പേസ് ഉള്ള പാർട്ടിയല്ലേ കോൺഗ്രസ്? ഇത്രയും ഗ്രാൻഡ് ഓൾഡ് പാർട്ടിയായിട്ട് ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വിഴുപ്പ് ചുമന്നുകൊണ്ട് ഇത്രയും വീണ്ടും നാണം കെടുന്നത് എന്തിനാണ്? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ട്. അതിനെ പലരും ഭയക്കുന്നുണ്ട്. അല്ലാത്ത പക്ഷം ഈ കടക്ക് പുറത്ത്, അമ്പലക്കള്ളന്മാർ കടക്ക് പുറത്ത് എന്നുള്ള കവർ പിക്ചർ മാറ്റുന്ന അതേ ലാഘവത്തോടെ ഞാൻ പറയുന്നില്ല, അതും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്, അതേപോലെ തന്നെ കോൺഗ്രസ് ടേക്കപ്പ് ചെയ്യുകയും നടപടിയെടുക്കുകയും സമൂഹത്തോട് പറയുകയും ചെയ്യേണ്ട കാര്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഞങ്ങളുടെ, അതായത് കോൺഗ്രസ് എന്ന പാർട്ടിയുടെ ഭാഗമല്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒഴിവാക്കി വിടണമെന്നേ. അങ്ങനെ ഒഴിവാക്കി വിടാതെ സസ്പെൻഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നടപടിയെടുത്തു എന്ന് പറയുമ്പോഴും, പരാതി കിട്ടിയിട്ടില്ല എന്ന് കള്ളം പറയുമ്പോഴും ഇവർ പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്താണ്? ഇവിടെ ആ പെൺകുട്ടിയുടെ പരാതിയെക്കുറിച്ച് ഡോക്ടർ അരുൺ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ആ പെൺകുട്ടി എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞത് എന്നത് കൂടി അവരുടെ ആ ഇമെയിലിൽ കൃത്യമായി പറയുന്നുണ്ട്. ഇവർക്ക് ഈ കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. വിവാഹ വാഗ്ദാനം നൽകി ചതിച്ച മറ്റു പെൺകുട്ടികളുടെ വിവരങ്ങൾ കൂടി കേട്ടപ്പോഴാണ് തൻ്റെ അനുഭവം ഒറ്റപ്പെട്ട ഒന്നല്ല എന്ന ആ പെൺകുട്ടിക്ക് മനസ്സിലായത്. 23 വയസ്സാണ് പ്രായം. അവരെ ചൂഷണം ചെയ്തത് അവരുടെ 21ാമത്തെ വയസ്സിലാണ്. അതിനു മുൻപ് അവരുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചിട്ടുണ്ട്. എന്നിട്ട് കൃത്യമായി വലയൊരുക്കി കാത്തിരിക്കുന്ന ഒരു ഭീകരനായ ഒരു ചിലന്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ.